നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബി.ജെ.പിയിൽ കുറുവ സംഘം. കോഴിക്കോട് പല സ്ഥലങ്ങളിലായി ഈ പോസ്റ്റർ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു. ബി.ജെ.പിയിൽ കുറുവ സംഘം എന്നാണ് ഈ പോസ്റ്ററുകളിൽ പറയുന്നത്. സേവ് ബി.ജെ.പി എന്ന പേരിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. ബി.ജെ.പി നേതാക്കളായ കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, പി രഘുനാഥ് എന്നിവർക്കെതിരെയാണ് പോസ്റ്ററുകൾ. കോഴിക്കോട് ബി.ജെ.പി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ബോർഡിന് മുകളിലും ഈ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, പി രഘുനാഥ് എന്നിവർ കുറുവ സംഘമാണ് എന്ന് പോസ്റ്ററിൽ ആരോപിക്കുന്നു. നേതൃത്വത്തെ മാറ്റി ബി.ജെ.പി രക്ഷിക്കണമെന്നാണ് ഇപ്പോൾ പോസ്റ്ററുകളിൽ ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. എഴുതി തയ്യാറാക്കിയ പോസ്റ്ററുകളാണ് ഇപ്പോൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. അതിനുശേഷം പരസ്യ പ്രതികരണങ്ങൾ പൂർണ്ണമായി പാർട്ടി വിലക്കി. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പോസ്റ്റർ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. ഒരു വശത്ത് ബി.ജെ.പിയുടെ കേരളത്തിലെ സംസ്ഥാനതല നേതാക്കൾ മാറണമെന്ന ആവശ്യം ശക്തമാകുന്നു. സന്ദീപ് വാര്യർ ഇഫക്റ്റ് ഇപ്പോഴും പാർട്ടിയെ വേട്ടയാടുന്നു. ബി.ജെ.പിയിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ അടർത്തിയെടുക്കാനുള്ള നീക്കങ്ങൾക്ക് സന്ദീപ് വാര്യർ തുടക്കമിട്ടു. ശോഭാ സുരേന്ദ്രനെ കോൺഗ്രസിലെത്തിക്കുകയാണ് സന്ദീപ് വാര്യരുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി ആദ്യഘട്ട സംഭാഷണങ്ങൾ സന്ദീപ് വാര്യർ തുടങ്ങിവെച്ചു. എന്നാൽ താൻ കോൺഗ്രസിലേക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ കൈക്കൊണ്ടിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഗ്രൂപ്പിനെ അംഗീകരിക്കാതിരിക്കുന്ന പി.കെ. കൃഷ്ണദാസ് പക്ഷം ഇതിനിടയിൽ വി മുരളീധരനെ സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി. കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടുപിന്നാലെ ശക്തമായ വികാരമാണ് ഇത് സംബന്ധിച്ച് പാർട്ടിയിൽ ആളിക്കത്തിയത്. പലവിധ മാധ്യമ വാർത്തകളുടെ പ്രളയമായിരുന്നു ഇന്നലെ. വി മുരളീധരൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനാകും എന്ന തലത്തിൽ കൂടുതൽ വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. വ്യാപക വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് താൻ രാജിവെക്കില്ല എന്ന നിലപാട് കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത്. തൊട്ടുപിന്നാലെ കേന്ദ്ര നേതൃത്വത്തെ കൊണ്ടും കെ സുരേന്ദ്രൻ നിലപാടെടുപ്പിച്ചു. പാലക്കാട് തോൽവിയിൽ ബി.ജെ.പി അധ്യക്ഷന്റെ രാജിക്കായുള്ള മുറവിളി പാർട്ടിയിൽ ശക്തമാകുമ്പോഴാണ് പ്രകാശ് ജാവ്ദേക്കറുടെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം. സംസ്ഥാന അധ്യക്ഷനെ മാറ്റാനുള്ള ഒരു നീക്കവും ദേശീയ നേതൃത്വം ഇപ്പോൾ സ്വീകരിക്കില്ല എന്ന് അദ്ദേഹം സംശയങ്ങൾക്കിടയില്ലാത്ത വണ്ണം ഇന്നലെ വ്യക്തമാക്കി. സുരേന്ദ്രനെ മാറ്റി വി മുരളീധരനെ അധ്യക്ഷനാക്കുമെന്ന കിംവദന്തികൾ ഇന്നലെ പൊടുന്നനെ പ്രചരിച്ചു. പി.കെ. കൃഷ്ണദാസ് പക്ഷം അതിനുവേണ്ടി കരുനീക്കങ്ങൾ ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഈ വാർത്തയ്ക്ക് ചൂടുപിടിച്ചത്. എന്നാൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഇത്തരമൊരാവശ്യം ഉയർന്നു വന്നതിന്റെ മുനയൊടിക്കാൻ കെ സുരേന്ദ്രൻ ഒരമ്പെയ്തു. മുൻപ് വി മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റായിരിക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവിയിൽ ആരും മുരളീധരന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. അന്ന് പിറവത്ത് ബി.ജെ.പിക്ക് കിട്ടിയ 2000 വോട്ടുകളുടെ എണ്ണം പറഞ്ഞായിരുന്നു സുരേന്ദ്രന്റെ മറുപടി. ഇതോടെ വി മുരളീധരന് നേർക്കുനേർ മറുപടി കൊടുക്കാൻ കെ സുരേന്ദ്രൻ ഇറങ്ങിയിരിക്കുന്നു എന്ന പ്രതീതി പൊതുവെ ഉണ്ടായി. വി മുരളീധരന് വീണ്ടും ഒരവസരം നൽകണമെന്ന ആവശ്യമാണ് പി.കെ. കൃഷ്ണദാസ് പക്ഷം ഇന്നലെ മുഴക്കിയത്. വി മുരളീധരന് ഇക്കുറി കേന്ദ്ര മന്ത്രിസ്ഥാനമില്ല. ഗവർണറായോ മറ്റേതെങ്കിലുമോ നിയമനം തനിക്ക് വേണ്ട എന്ന നിലപാടാണ് വി മുരളീധരൻ കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി സംസ്ഥാന അധ്യക്ഷന്റെ കസേരയിലിരിക്കണമെന്ന് വി മുരളീധരന് മോഹമുണ്ട്. കെ സുരേന്ദ്രൻ ഇന്നലെ മാധ്യമ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് തൊട്ടു മുൻപാണ് പാലക്കാട് ബി.ജെ.പി കൗൺസിലർമാരുടെ പരസ്യ പ്രതികരണം പുറത്തുവന്നത്. നഗരസഭാ അധ്യക്ഷ പ്രമീള കാര്യങ്ങൾ തുറന്നടിച്ചു. ഇനിയും പാർട്ടി നേതാക്കളെയും കൗൺസിലർമാരെയും ഒക്കെ കയറൂരി വിട്ടാൽ അത് ഇരട്ടി പ്രഹരമേൽക്കുമെന്ന് കെ സുരേന്ദ്രന് മനസ്സിലായി. പൊടുന്നനെയാണ് പാർട്ടി പരസ്യ പ്രതികരണങ്ങൾ വിലക്കിയത്. നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ഇന്നലെ കട്ടയ്ക്ക് പറഞ്ഞു, സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പാളിച്ചയാണ് പാലക്കാട് തോൽവിക്ക് കാരണം. അതല്ലാതെ കൗൺസിലർമാർ ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് സ്വീകരിച്ചിട്ടില്ല. ആത്മാർത്ഥമായി തന്നെയാണ് നഗരസഭയിലെ കൗൺസിലർമാർ പ്രവർത്തിച്ചത്. വോട്ട് വാങ്ങാൻ കൊള്ളാത്ത സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള പരസ്യ പ്രതികരണമാണ് ഇന്നലെ പ്രമീള നടത്തിയതും. അതൃപ്തരായ ബി.ജെ.പി കൗൺസിലർമാരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിനിടയിൽ വി.കെ. ശ്രീകണ്ഠൻ എം.പി കളത്തിലിറങ്ങി. സന്ദീപ് വാര്യർ ഇന്നലെ ഓരോ കൗൺസിലർമാരെയും നേരിട്ട് വിളിച്ച് കോൺഗ്രസിലേക്ക് ചേരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിലായിരുന്നു. ബി.ജെ.പി കൗൺസിലർമാരെ പ്രതീക്ഷിച്ച് ശ്രീകണ്ഠൻ പനിക്കേണ്ടതില്ല എന്ന് എൻ ശിവരാജൻ പറഞ്ഞു. സി കൃഷ്ണകുമാറിനെതിരെയും കെ സുരേന്ദ്രനെതിരെയും കട്ടയ്ക്ക് പ്രതികരണങ്ങൾ നടത്തിയ എൻ ശിവരാജൻ പക്ഷേ പാർട്ടിയെ വിട്ടുകളിക്കാനില്ല. RSS ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ബി.ജെ.പി കൗൺസിലർമാർ. RSSകാരെ സ്വീകരിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറാണോ എന്ന ചോദ്യമാണ് ശിവരാജൻ ഉയർത്തിയത്.
വേണമെങ്കിൽ ശ്രീകണ്ഠനും DCC പ്രസിഡന്റിനും BJPയിലേക്ക് സ്വാഗതമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ BJP കൗൺസിലർമാരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്ന നിലപാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ആവർത്തിച്ചു. BJP കൗൺസിലർമാരെ വീണ്ടും ക്ഷണിക്കുകയാണെന്നും കോൺഗ്രസ് ആശയം അംഗീകരിച്ചെത്തിയാൽ സ്വീകരിക്കാൻ തയ്യാറാണെന്നും തങ്കപ്പൻ വ്യക്തമാക്കി. C. കൃഷ്ണകുമാറിന്റെ പരാജയ കാരണം നഗരസഭ ഭരണമാണ് എന്ന തരത്തിലായിരുന്നു ഇന്നലെ സുരേന്ദ്രൻ പക്ഷം ചില പ്രചരണങ്ങൾ നടത്തിയത്. ഇതിനെതിരെയാണ് പ്രമീളയുടെ കട്ടയ്ക്കുള്ള പ്രതികരണം. ശോഭാ സുരേന്ദ്രനും സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് വേണ്ടി കരുക്കൾ നീക്കി എന്ന ആരോപണം സുരേന്ദ്രപക്ഷം ഉയർത്തിയിരുന്നു. ആദ്യം തന്നെ ഇത് മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുകയും ചെയ്തു. നിരവധി ആരോപണങ്ങൾ നേരിടുന്ന BJP കൗൺസിലർമാർ സുരേന്ദ്രനുമായി വലിയ പടലപ്പിണക്കത്തിലാണ്. അതൃപ്തരായ മുഴുവൻ കൗൺസിലർമാരെയും നഗരസഭ അധ്യക്ഷയുമടക്കം കോൺഗ്രസ് പ്രതീക്ഷിച്ചു നിൽക്കുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കോൺഗ്രസ് നൽകിയ ലഡു സന്തോഷത്തോടെ നഗരസഭ അധ്യക്ഷ കഴിക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ്. C. കൃഷ്ണകുമാറിനെതിരായ സാമ്പത്തിക ആരോപണം അതീവ ഗുരുതരമാണ്. തമിഴ്നാട്ടിലെ ബ്ലേഡ് കമ്പനിയെക്കുറിച്ച് അന്വേഷണം നടത്താൻ സന്ദീപ് വാര്യർക്ക് പിന്നാലെ ഇപ്പോൾ കൂടുതൽ BJP നേതാക്കൾ ആവശ്യപ്പെടുന്നു. പാലക്കാട് തോൽവിക്ക് കാരണം 18 BJP കൗൺസിലർമാരാണ് എന്ന ആരോപണമാണ് ഇന്നലെ പൊടുന്നനെ വലിയ ഭൂകമ്പത്തിനിടയാക്കിയത്. ഇതിൽ കുപിതരായ കൗൺസിലർമാർ പാർട്ടി നേതൃത്വത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞു. പ്രഭാരിയും K. സുരേന്ദ്രന്റെ സന്തത സഹചാരിയുമായ P. രഘുനാഥിനെ അവർ പരസ്യമായി തള്ളിപ്പറഞ്ഞു. N. ശിവരാജൻ ശക്തമായ വിമർശനങ്ങളാണ് ഉയർത്തിയതെങ്കിലും കൗൺസിലർമാരെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് തള്ളിവിടാൻ അദ്ദേഹം ഒരുക്കമല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ മുഴങ്ങുന്ന ശബ്ദം. K. സുരേന്ദ്രന്റെ രാജിക്ക് വേണ്ടി പാർട്ടിയിലും പുറത്തുമൊക്കെ മുറവിളി ശക്തമാകുന്ന ഘട്ടത്തിലാണ് ഇന്നലെ K. സുരേന്ദ്രൻ നടത്തിയ മാധ്യമ സമ്മേളനം. ഒരു മുഴം മുമ്പേ എറിഞ്ഞ സുരേന്ദ്രൻ കളിച്ചു. താൻ രാജിവെക്കുകയാണ് എന്ന വാർത്തകൾ അദ്ദേഹം തള്ളിപ്പറഞ്ഞു. സുരേന്ദ്രൻ ഈ സ്ഥാനത്ത് തുടരണമോ വേണ്ടയോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കും. ഈ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന അധ്യക്ഷനെ മാറ്റേണ്ടതുണ്ടോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് ഇന്നലെ സുരേന്ദ്രൻ കൈക്കൊണ്ടത്. V. മുരളീധരനെതിരെയും ഒളിയമ്പുകൾ എയ്തു K. സുരേന്ദ്രൻ. മുൻപ് V. മുരളീധരനും K. സുരേന്ദ്രനുമൊക്കെ ചേർന്ന ഔദ്യോഗിക പക്ഷമായിരുന്നു കേരളത്തിൽ ശക്തമായിരുന്നത്. അവിടെ ശക്തമായ ചേരിതിരിവുകൾ ഇപ്പോൾ പ്രകടമാണ്. K. സുരേന്ദ്രനെ സംരക്ഷിക്കാൻ ഇനി കഴിയില്ല എന്ന യാഥാർത്ഥ്യം V. മുരളീധരൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒപ്പം K. സുരേന്ദ്രന്റെ വീഴ്ചയിൽ ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെയാണ് V. മുരളീധരനും നോട്ടമിട്ടിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP നേട്ടമുണ്ടാക്കും എന്ന പ്രതീക്ഷയിലാണ് BJP ദേശീയ നേതൃത്വവും കേരള നേതൃത്വവുമൊക്കെ. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷന്റെ കസേര അത് വിലപ്പെട്ടതാണ് എന്ന് ചിലർ കണക്കുകൂട്ടുന്നു. പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് പോരുകളും തകർത്തെറിഞ്ഞ ഒരു പാർട്ടിയായി കേരള സംസ്ഥാനത്തിലെ BJP അതമ്പതിച്ചിരിക്കുന്നു. ദേശീയ നേതാക്കൾ വലിയ അസ്വസ്ഥതയിലാണ്. പാലക്കാട് തോൽവി മാത്രമല്ല, പാലക്കാട് തോൽവിക്ക് പിന്നാലെ പാർട്ടിയിലുണ്ടായ പൊട്ടിത്തെറിയാണ് കൂടുതൽ തലവേദനകൾക്ക് കാരണം. പാർട്ടിയെ ഒരു സമവായത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന അധ്യക്ഷൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് PK കൃഷ്ണദാസ് പക്ഷവും ശോഭാ സുരേന്ദ്രൻ പക്ഷവുമൊക്കെ തീർത്തു പറയുന്നു. ചില അനുരഞ്ജന നീക്കങ്ങളുമായി മധ്യസ്ഥർ കളത്തിലിറങ്ങിയിട്ടുണ്ട് എങ്കിലും K. സുരേന്ദ്രന്റെ കസേര അത്ര സുരക്ഷിതമല്ല എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. ദേശീയ നേതൃത്വത്തെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ ദില്ലിയിലേക്ക് വിമാനം കയറുന്നു എന്ന വാർത്തയും ശക്തമാകുന്നു. സംസ്ഥാന BJPയിലെ സമാനതകളില്ലാത്ത പോര് അതാണിപ്പോൾ റിപ്പോർട്ടുകളായി നമുക്ക് മുന്നിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.